ഗാസയിൽ വെടിനിർത്തൽ ഉടനെന്ന സൂചനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധ്യേഷ്യയിൽ ഒരു പ്രത്യേക കാര്യം ഉടൻ ഉണ്ടാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 66,000 കടന്നിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. ഇസ്രായേലിന്റെ സഖ്യരാഷ്ട്രങ്ങൾ പലതും പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും രാജ്യാന്തര കായിക സാംസ്കാരിക പരിപാടികളിൽ ഇസ്രായേലിന് വിലക്ക് ഏർപ്പെടുത്താൻ നീക്കങ്ങൾ സജീവമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച. ഇതോടെയാണ് ഗാസയിലെ വെടിനിർത്തലിനായി ഇരു വിഭാഗവും സ്വീകാര്യമായ മാർഗം ട്രംപ് നിർദ്ദേശിക്കുന്നു എന്ന അഭ്യൂഹം ഉയരുന്നത്. എന്നാൽ പദ്ധതി സംബന്ധിച്ച് തങ്ങൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് പ്രത്യേക പദ്ധതിയെക്കുറിച്ച് പറയുന്നത്. മധ്യപൂർവ്വദേശത്തിന്റെ മഹത്വത്തിനായി നമുക്ക് ഒരു യഥാർത്ഥ അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എല്ലാവരും ഒരു പ്രത്യേക കാര്യത്തിനായി ഒരുങ്ങുന്നത്. നമ്മളത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ട്രംപ് ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിൽ എത്തുന്നതിന് മുൻപാണ് ട്രംപിന്റെ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. നൂറുകണക്കിന് പലസ്തീനി തടവുകാരെ വിട്ടയക്കുകയും ഇസ്രായേൽ സൈനികരിൽ ഭൂരിപക്ഷത്തെ പിൻവലിക്കുകയും ചെയ്യുന്നതിന് പകരം എല്ലാ ഇസ്രായേലി ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് സമ്മതിച്ചതായി അധികൃതരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗാസയിൽ ഹമാസ് ഭരണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതാണ് കരാർ. പ്രദേശം കൂട്ടിച്ചേർക്കണമെന്ന ഇസ്രായേലിന്റെ പദ്ധതി ഉപേക്ഷിക്കുന്നതിന് പകരമായാണ് ഹമാസിനെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഹമാസിന് മുൻപിൽ ഒരു പദ്ധതിയും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് ഇസ്രായേലും പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തൽ ചർച്ച ചെയ്യാനാണ് ഇന്ന് ട്രംപും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അതേസമയം ട്രംപ് അവതരിപ്പിച്ച 21 ഇന വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഗാസയിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഗവർണർ ജനറൽ പദവി വഹിക്കുമെന്നാണ് സൂചന. കൂട്ടനശീകരണ ആയുധങ്ങൾ കൈവശം വെച്ചുവെന്ന് ആരോപിച്ച US നേതൃത്വം നൽകിയ സഖ്യസേന 2003 ഇറാഖ് അധിനിവേശം നടത്തിയ കാലത്ത് ബ്രിട്ടീഷ് ചുമതല വഹിച്ചിരുന്നത് ടോണി ബ്ലെയർ ആണ്. ഇറാഖിനും സദാം ഹുസൈനും എതിരായ ആരോപണം നുണയാണ് എന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ ബ്ലെയർ യുദ്ധക്കുറ്റവാളിയാണ് എന്ന് ചില അറബ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇതിനിടെയാണ് ഹമാസിനെ പുറത്താക്കി പകരമെത്തുന്ന രാജ്യാന്തര ഭരണത്തിന് ഇതേ ബ്ലെയർ നേതൃത്വം നൽകുന്നത്. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന കരാർ പ്രകാരം ബ്ലെയർ ഭരിക്കുമെന്ന് മാത്രമല്ല, ബന്ദികളെ ഒറ്റ ദിവസം കൊണ്ട് ഹമാസ് മോചിപ്പിക്കും. അതിനു പകരമായി സഹായം ഗാസയിലേക്ക് കടത്തിവിടുകയും നൂറുകണക്കിന് പലസ്തീനി തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഗാസ സിറ്റിയിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് 2 ബന്ദികളുമായി തങ്ങൾക്ക് ബന്ധം നഷ്ടമായതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട്.